കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ ആവേശം വിധിച്ച കുട്ടിക്കലാശം. ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ പാർട്ടി പ്രവർത്തകർ ആവേശപൂർവ്വമാണ് കുട്ടിക്കലാശത്തിൽ പങ്കെടുത്തത്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയവും പ്രാദേശിക വികസന വിഷയങ്ങളുമെല്ലാം ഒരുപോലെ ചർച്ച ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രചാരണത്തിലാണ് കുട്ടിക്കലാശമായത്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത മലബാറിലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്രീകരിച്ച കുട്ടിക്കലാശം ഉണ്ടായിരുന്നില്ല. പകരം ത്രിതല പഞ്ചായത്ത് വാർഡുകളിലും ഡിവിഷനുകളിലും പ്രചാരണം കൊഴുപ്പിക്കുന്നതിലായിരുന്നു ഇരുമുന്നണികളും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രചാരണ ബോർഡുകളും കൊടിതോരണങ്ങളുമായി താളമേളങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥികളെ ആനയിച്ചുകൊണ്ടുള്ള റോഡ് ഷോകളായിരുന്നു കുട്ടിക്കലാശത്തിലെ പ്രധാന ആകർഷണം. കോഴിക്കോട് ബേപ്പൂർ മുതൽ എലത്തൂർ വരെ MLA-മാരായ എളമരം കരീം, A. പ്രദീപ് കുമാർ, AK ശശീന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിയ റോഡ് ഷോ നടന്നു. വടകരയിലും കൊയിലാണ്ടിയിലും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും ആവേശകരമായ പ്രചാരണമാണ് നടന്നത്. കണ്ണൂർ ജില്ലയിലെ വിവിധ നഗരങ്ങളിൽ LDF-ലെയും UDF-ലെയും പ്രധാന നേതാക്കൾ കുട്ടിക്കലാശത്തിൽ അണിനിരന്നു. വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ വൻ സുരക്ഷാ സന്നാഹത്തിന്റെ നടുവിലാണ് കുട്ടിക്കലാശം നടന്നത്. സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ആവേശകരമായ കുട്ടിക്കലാശം നടന്നപ്പോൾ കൽപ്പറ്റയിൽ വീടുകൾ കയറി വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു മുന്നണികൾ. കാസർഗോഡ് ജില്ലയിലെ വിവിധ മേഖലകളിൽ ഇരുമുന്നണികളും BJP-യും കുട്ടിക്കലാശത്തിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇരുമുന്നണികളോടൊപ്പം SDPയും വെൽഫെയർ പാർട്ടിയും മറ്റ് പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രന്മാരും കുട്ടിക്കലാശത്തിൽ ശക്തി തെളിയിക്കാൻ രംഗത്തുണ്ടായിരുന്നു. ഒരു മാസം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് സമാപനമാവുന്നത്. ഇനിയുള്ളത് നിർണായകമായ മണിക്കൂറുകൾ. ശേഷം അന്തിമവിധി എഴുതാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. വിവിധ ബ്യൂറോകളോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ.